നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെർട്ടാണ്. പെർട്ട് മീൻസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇത് CPM കഴിഞ്ഞിട്ട് വരുന്നുള്ള അടുത്ത എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് പെർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്കിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ടൈമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി റിസർച്ച് പ്രോജക്റ്റിനകത്ത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ അല്ലെങ്കിൽ അത് കംപ്ലീഷൻ എപ്പോഴാകാം അങ്ങനെയുള്ള കേസിലാണ് ഈ പെർട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു എന്താണ് എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു അതിൻ്റെ കംപ്ലീഷൻ ടൈം എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റാത്ത കണ്ടീഷൻ, അത് പ്രോബബിലിറ്റിയാണ്. എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണെങ്കിൽ നമുക്ക് ഈ പെർട്ട് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് CPM ചെയ്തതുപോലെ തന്നെയാണ്. ടൈം കണ്ടുപിടിക്കണം, ടോട്ടൽ ടൈം, പ്രോജക്റ്റ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPMൻ്റെ കേസിൽ നമ്മൾ ഇതിനകത്ത് പറയുന്ന ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം 1, 2, 3 എന്ന് പറയുന്ന ഒരു ഡയഗ്രാം നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ആ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊരു 1 നിന്ന് 2ലേക്ക് അല്ലെങ്കിൽ 2 നിന്ന് 3ലേക്ക് ഒരു പാത്ത് നമ്മളിങ്ങനെ ഒരു പാത്ത് വരച്ച് കഴിഞ്ഞാൽ ഇതിനാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്, 2 എന്ന് പറയുന്ന വേറൊരു ഓപ്പറേഷനാണ്. അപ്പോൾ 1 കംപ്ലീറ്റ് ചെയ്തിട്ട് 2ലേക്ക് പോകും, 2 കംപ്ലീറ്റ് ചെയ്ത് 3ലേക്ക് പോകും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ പോകുന്നതിനാണ്, ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് നെറ്റ്വർക്കിൻ്റെ എൻഡ് ചെയ്യുന്ന, ഇപ്പോൾ 3ലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈവൻറ്റ് നമ്മൾ അവസാനിക്കുന്നിടത്ത് കിട്ടുന്ന ടൈം ആണ് നമ്മൾ എടുക്കുന്നത്, ടൈം, പ്രോജക്റ്റിന് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ 1 നിന്ന് 2 കംപ്ലീഷനിലേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന T1 ആണെങ്കിൽ 2 നിന്ന് 3ൽ T2 ആണെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് T1 + T2 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ പെർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പെർട്ടിനകത്ത് നമ്മളിവിടെ ഈ T1, T2 എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയും. ഷെഡ്യൂൾഡ് ടൈം അല്ലെങ്കിൽ TE എന്ന് റെപ്രസെൻ്റ് ചെയ്യും എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ T കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ടൈം, ഇപ്പോൾ 1 നിന്ന് 2ലേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന ടൈം ആണ് T1 എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ T1 അല്ലെങ്കിൽ T2 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത് T എന്ന് പറയുന്ന ടൈം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ CPMനകത്തും ഈ T എന്ന് പകരം ഇതിനൊരു സ്പ്ലിറ്റ് അപ്പ് ടൈം വാല്യൂ ആണ് കൊടുക്കുന്നത്. Tക്ക് പകരം നമ്മളിവിടെ T എന്ന് പറയുന്നത് നമ്മൾ സിംഗിളായിട്ട് ഒറ്റ ടൈമിലല്ല പറയുന്നത്, ഇതിന് 3 സ്പ്ലിറ്റ് ടൈംസ് ഉണ്ട്. TO, TM ആൻഡ് TP ആൻഡ് TP. അപ്പോൾ ഇത്രയാണുള്ളത്. നമ്മൾ പറയാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ പെർട്ടിൻ്റെ കേസിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു T അല്ല, Tക്ക് പകരം നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് TO ഉണ്ട്, TM ഉണ്ട്, TP ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈംസാണ് ഒരു സിംഗിൾ Tക്ക് പകരം ഇത്രയും ടൈം വാല്യൂസ് വരും. TO എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയും. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു റിസർച്ച് വർക്ക്, മോസ്റ്റ്ലി ഇത് ഉപയോഗിക്കുന്നത് റിസർച്ച് വർക്കിൻ്റെ കേസിലാണ് ഈ പ്രോജക്റ്റ് ഈ പെർട്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിസർച്ചിൻ്റെ കേസിൽ അപ്പോൾ ഇത് എല്ലാം നമുക്ക് അനുകൂലമായ കണ്ടീഷനാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്, അങ്ങനെ ഒരു ഫിനിഷിംഗ് ടൈം വന്നു കഴിഞ്ഞാൽ അതിനാണ് TO എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ കോവിഡിൻ്റെ കേസിലാണെങ്കിൽ കോവിഡ് വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അടുത്ത് TM എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് ഒരു ആവറേജ് ടൈം എത്രയാണ് എടുക്കുന്നത്, പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആവറേജ് ടൈം എടുക്കുക എത്രയാണ്, അതിനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് TM. ഇനിയുള്ളത്
ടി പി എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ടൈം. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് എല്ലാ തിങ്ങും അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനല്ല, എല്ലാം വേസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ഒക്കർ ചെയ്യുന്നതെങ്കിൽ ആ കേസിലുള്ള ടൈം, കംപ്ലീഷൻ ടൈമാണ് ടി പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈമിൻ്റെ വാല്യൂസ് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. പെർട്ടിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളും പറയണം. ആ 3 കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് 3 ടൈം വാല്യൂസ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പാത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ 3 വാല്യൂസിനകത്തുനിന്നും ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് TO, TM, TP ഈ 3 ടൈം വാല്യൂസിനെ how to convert it into സിംഗിൾ ടൈം, ഒരു സിംഗിൾ ടൈം ആക്കി നമ്മളിതിനെ മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T = TO + 4TM + TP/6. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് 1 to ആണ് ഒരു പ്രോജക്റ്റിൻ്റെ പാത്ത്. അപ്പോൾ ഈ 1 മുതൽ 2 വരെയുള്ളൊരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് തരുന്നത് ക്വസ്റ്റ്യനകത്ത് TO തരും, TM തരും, TP തരും. അപ്പോൾ ഈ 3 ടൈം വാല്യൂസിനകത്തു നിന്നും T നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, TO + 4TM + TP. ഈ വാല്യൂ ഇക്വേഷനകത്ത് /6. അപ്പോൾ ആ ഇക്വേഷനകത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ടിയുടെ വാല്യൂ ഇവിടെ എഴുതണം. ടിയുടെ വാല്യൂ എത്രയാണോ കിട്ടുന്നത്, അപ്പോൾ അതാണ് ആ ഒരു ആക്ടിവിറ്റിക്ക് 1 to എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് എടുക്കുന്ന ഷെഡ്യൂൾഡ് ടൈം അല്ലെങ്കിൽ ടി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ടി. മറ്റേ കേസിൽ നമ്മൾ പെർട്ടിൻ്റെ കേസിൽ ഇതിനകത്ത് നമ്മൾ സ്മോൾ ലെറ്റർ ടി ഇത് റെപ്രസെൻ്റ് ചെയ്യും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഈ കേസിൽ പെർട്ടിൻ്റെ കേസിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർട്ടിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം സ്മോൾ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് കൺസിസ്റ്റ് ഓഫ് 9 activities, 3 time estimates for each activity given below. Calculate the expected time of each activity. Draw the network diagram and mark it on the diagram. Calculate the earliest expected time TE and latest allowable time TL and mark them on the network diagram. Calculate slack for each activity. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, 3 ടൈം വാല്യൂസ് തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 1 to 16. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മളൊരു ആക്ടിവിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. അത് ആദ്യം ആ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 3 ടൈം വാല്യൂസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് TE എന്ന് പറയുന്ന ടൈം ഷെഡ്യൂൾഡ് ടൈം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. ആ ടൈം വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഫർദർ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റി ലിസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 to ആക്ടിവിറ്റി 1 to ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1 to 1 നിന്ന് 2ലേക്ക് ആക്ടിവിറ്റി ഉണ്ട്. രണ്ടാമത്തെ 1 6 1 നിന്ന് 6ലേക്ക്. അത് 2 3 2 നിന്ന് 3ലേക്ക്. 2 3 ഉണ്ട്. അടുത്തത് 2 4 2 നിന്ന് 4ലേക്കുണ്ട്. 3 5 3 5 ഇത് 4 നിന്ന് 5ലേക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 5 കഴിഞ്ഞാൽ 4 നിന്ന് 5ലേക്ക്. 4 നിന്ന് 5ലേക്ക്. അടുത്ത് 6 7 6 നിന്ന് 7. അടുത്ത് 5ൽ നിന്ന് 8ലേക്ക്. 5ൽ നിന്ന്
5 നിന്ന് 8ലേക്ക്, അതുപോലെ 7 നിന്ന് 8ലേക്ക്, 7 നിന്ന് 8ലേക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് ടൈം വാല്യൂസ് മാർക്ക് ചെയ്യണം. ടൈം വാല്യൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 1-2ൻ്റെ കേസിൽ എൻ്റെ ടൈം എന്ന് പറയുന്നത് 2 ഉണ്ട്, 5 ഉണ്ട്, 14 ഉണ്ട്. 2 എന്ന് പറയുന്നത് TO, TM5, TP പെസിമിസ്റ്റിക് ടൈം, TP എന്ന് പറയുന്നത് 14. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുക്കുക, T = TO + 4TM + TP / 6. ആ ഇക്വേഷനകത്ത് ഇടുമ്പോൾ 2 + എത്ര വരും, 4 × 5 + 14 / 6. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ T വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അവിടെ കിട്ടുന്ന വാല്യൂ 6 ആയിരിക്കും. അപ്പോൾ ആ 6 അതുപോലെ ഇത് എല്ലാ ടൈം വാല്യൂസും കണ്ടുപിടിക്കണം. മൂന്നിനും കമ്പൈൻ ചെയ്ത് ഇക്വേഷനകത്ത് ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ്, ഇപ്പോൾ 1-2ന് നമുക്ക് 6 ഇവിടെ കിട്ടി. അതുപോലെ ടൈം വാല്യൂ T ആണ്, TE എന്ന് പറയുന്നതിന് വേറൊരു പേര് പറയും, ടിയുടെ പേര് ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയും. ഷെഡ്യൂൾഡ് ടൈം അഥവാ എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, TE. ഇപ്പോൾ TE ആണ് റിപ്രസെൻ്റ്. അപ്പോൾ അതായി. അത് കഴിഞ്ഞിട്ടുള്ളത് 1-6ൻ്റെ ടൈം 5 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം നിങ്ങൾ. ഇപ്പോൾ 2-3 എന്ന് പറയുന്നത് 2-3 13 ആണ്. 2-3 13. 2-4 4 ആണ് അതിൻ്റെ വാല്യൂ. 3-5 11. 4-5 6 ആണ്. 6-7 11. 5-8 3. 7-8 15. അപ്പോൾ ഇത്രയും ടൈം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ വാല്യൂസ് കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞാൽ പെർ CPMൻ്റെ കേസിൽ നമ്മളിത് ആഡ് ചെയ്ത് പോകും അല്ലേ. റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഇതിൻ്റെ മുകളിൽ വരയ്ക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് TE TL ആണ്. ഈ രണ്ട് ടൈമാണ് നമ്മൾ റെക്റ്റാങ്കിളിനും ട്രയാങ്കിളിനും പകരം ഉപയോഗിക്കുന്നതാണ് TE TL. TE എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. TE മീൻസ് എന്താണ്, ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഇനി TL എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് TL എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കണ്ടീഷനും വേസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിനാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനും കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ TE മീൻസ് എന്താണ്, ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും TL എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് അലോവബിൾ ടൈം എന്ന് പറയും. ഇപ്പോൾ TE മീൻസ് earliest expected time. TL means latest allowable time അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയാം. അപ്പോൾ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ടൈം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ CPMൻ്റെ കേസിൽ TEന് പകരം എന്ന് പറയും EFT എന്ന് പറയും, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. TLന് പകരം LFT എന്ന് പറയും, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇത് രണ്ട് ടൈമിൽ പറയുന്നതേ ഉള്ളൂ, ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇവിടെ കേസിലാണ് ഇതെന്ന് പറയുന്നത് CPM മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പറയുന്നതാണ് EFTയും LFT. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന EFT റെക്റ്റാങ്കിൾ ബോക്സിനകത്തും LFT ട്രയാങ്കിളിനകത്തായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഈ കേസിൽ നമ്മൾ ട്രയാങ്കിളും റെക്ടാങ്കിളും ഒന്നും വരയ്ക്കത്തില്ല, ഡയറക്റ്റ് ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഡയഗ്രാം റീഅറേഞ്ച് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു സൗകര്യത്തിന് ഇപ്പോൾ ഈ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇതുപോലെ നമുക്ക് ഒരു അറേഞ്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഈ അറേഞ്ച് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഗ്യാപ്പും സ്പേസും കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടിയും ടി എല്ലും ഒക്കെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ടി ഇവിടെ നമുക്ക് 0 ആണ്, ഇവിടെ 1 2 6 ആണ്, 2 3 13 ആണ് വാല്യൂ, 3 4 11, 2 4 4 4 5 6, അതുപോലെ 1 6 5 6 7 11 7 18 15 5 8 3. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ടിയുടെ വാല്യൂ 0 ആയിരിക്കും. നമ്മൾ അടുത്ത റൈറ്റിലേക്ക് പോവാണ്. 2ൽ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 + 6, ടിയുടെ വാല്യൂ 6 ആയിരിക്കും. ടി = 6. ഇനി അടുത്ത് 3ൽ വരും. 3ൽ വരുമ്പോൾ ടി = എത്ര വരും? ടി = ഓൾറെഡി ഇവിടെ 2ൽ 6 ഉണ്ട്, 6 + 13 ടി = 19 കിട്ടും. ഇനി അടുത്ത് നമ്മളിവിടെ 4ൽ വന്നു. 4ൽ വരുമ്പോൾ 3യുടെ ഇവിടെ 19 ഉണ്ട്, ഇവിടെ 11 ഉണ്ട്. അപ്പോൾ എത്ര വരും? 20 30 വരും. ഇപ്പോൾ 30 ഇവിടെ എഴുതുന്നതിന് മുന്നേ 30 ഇവിടെ എഴുതുന്നതിന് മുമ്പേ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ നിന്ന് ഒരു ലൈൻ വരുന്നുണ്ട്, ഇവിടെ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 കിട്ടി. ഇപ്പോൾ ഇവിടെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തത് ഈ ഡയറക്ഷനും ഇവിടെ. അപ്പോൾ ഇവിടെ 2ൽ 6 ആണ്, അപ്പോൾ 6 + 4 ടി 4 ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 വരെ 6 ആണ്, ഇതിൽ 4 ഉണ്ട്, അപ്പോൾ ടി എന്ന് പറയുന്നത് 10 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 10 + 6 16 വരും. ഈ ഡയറക്ഷനിൽ വരുമ്പോൾ നമുക്ക് നേരത്തെ 30 കിട്ടും. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ആണ് എഴുതേണ്ടത്. ഇപ്പോൾ ടി വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. ഇനി അടുത്ത് നമ്മൾ ഈ ഡയറക്ഷനിൽ വീണ്ടും പോവുക. 3, അപ്പോൾ 30 + 3 ടി = 33 ആണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് വീണ്ടും അഗെയിൻ ഇവിടെ ഈ ഡയറക്ഷനിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. ഈ ഡയറക്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്, 1ൽ 6ൽ വരുമ്പോഴത്തേക്ക് 0 + 5 ടി = 5. വീണ്ടും 6 to 7 5 + 11 ടി = എത്ര വരും? 16. ഇപ്പോൾ വീണ്ടും 8ൽ വരുമ്പോൾ 16 + 15 എത്രയായി? 31 വന്നു. ഈ ഡയറക്ഷനിലാണെങ്കിൽ 33. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്, ടി = 33. അപ്പോൾ ഇതാണ് എയർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം അഥവാ ടി എന്ന് പറയുന്ന വാല്യൂ, ടോട്ടൽ കംപ്ലീഷൻ. ഈ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ പറയുന്നത് എന്താണ്? പ്രോജക്റ്റ് ഡ്യൂറേഷൻ. അപ്പോൾ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതെന്താണ്? പ്രോജക്റ്റ് ഡ്യൂറേഷൻ ടൈം, ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ടൈം എന്ന് പറയുന്നത് ഈ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഇപ്പോൾ 33 എന്ന് കിട്ടിയിരിക്കുന്ന വാല്യൂ ടൈം ആണെന്ന് പറഞ്ഞു. ടൈം എന്ന് പറയുമ്പോൾ ഒന്നുകിലത് ഇൻ ടേംസ് ഓഫ് ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മന്ത് ആയിരിക്കാം. അത് ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അത് വേണം എഴുതേണ്ടത്. അപ്പോൾ പ്രോജക്റ്റ് കംപ്ലീഷൻ ഡേയ്സ് അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീഷൻ മന്ത് = 33 months എന്ന് എഴുതാം. ഇനി യൂണിറ്റ് തന്നിട്ടില്ല എങ്കിൽ അപ്പോൾ അത് എഴുതേണ്ടത് 33 units ഓഫ് ടൈം. പ്രോജക്റ്റ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 33 units ഓഫ് ടൈം എന്ന് എഴുതാം. അപ്പോൾ അതാണ് പ്രോജക്റ്റ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് കൂടാതെ നമുക്ക് ലേറ്റസ്റ്റ് അലവബിൾ ടൈം അഥവാ ടി എല്ലും കൂടെ കണ്ടുപിടിക്കും. ഇപ്പോൾ ടി എൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, അതിൻ്റെ താഴെ റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ വരുന്നത്. ടിയുടെ ജസ്റ്റ് താഴെ ടി എൽ എന്ന് എഴുതുക. ലാസ്റ്റിൽ ടിയുടെ വാല്യൂ എത്ര ആണോ അത് തന്നെ ഇവിടെ ആയിരിക്കും. ടി എൽ എന്ന് പറയുന്നത് 33 ആയിരിക്കും. റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ടിയുടെ വാല്യൂ 33 ആണ്, ടി എല്ലിൻ്റെ വാല്യൂ 33 ആയിരിക്കും. ഇനി റിവേഴ്സ് ഡയറക്ഷൻ നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ടി എൽ 33 - 3
ഇവിടെ ടി എൽ എന്ന് പറയുന്നത് 30. വീണ്ടും 30 മൈനസ് 11 ടി എൽ ഈക്വൽ ടു എത്ര വരും? 19. വീണ്ടും എത്രയാണ്? 19 മൈനസ് 13 ടി ഈക്വൽ ടു ടി എൽ ഈക്വൽ ടു 6 അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ 6 എഴുതുന്നതിന് മുമ്പേ ഇവിടെ നമ്മൾ 6ൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ നിന്നും വരുന്നുണ്ട് ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഒരു ലൈൻ ഈ ഡയറക്ഷനിൽ പാത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 30 മൈനസ് 6 ഇവിടെ ടി എൽ ഈക്വൽ ടു 30 മൈനസ് 6 എത്ര വരും? 24. അപ്പോൾ 24 ഇവിടെ എഴുതണം. സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. 6 ആണ്. അപ്പോൾ ഇത് 24 ആണ് ഇവിടെ വരുന്നത്. ടി എൽ ഈക്വൽ ടു 24. 24 ടി എല്ലിൻ്റെ വാല്യൂ 24 ആണ്. 24 മൈനസ് 4 20. അപ്പോൾ ഇവിടെ ടി എൽ വരേണ്ടത് 20 ആണ്. ഈ ഡയറക്ഷനിൽ വന്നപ്പോൾ 6 ആണ് വന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ 6 വന്നു, ഇവിടെ നമ്മൾ കഴിക്കുമ്പോൾ 20 വന്നു. അപ്പോൾ ഈ കേസിൽ ടി എൽ എടുക്കുമ്പം ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 ആണ് എഴുതേണ്ടത്. ടി ഇ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് പോകുമ്പോൾ ഹയസ്റ്റ് വാല്യൂ എടുക്കണം. ടി എൽ എടുക്കുമ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ വരുമ്പോൾ ടി എൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ ആണ്, ലേറ്റസ്റ്റ് അലോബിൾ, ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് 6 ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ടി എൽ ഇവിടെ 6 കൊടുത്തു കഴിഞ്ഞു. അടുത്തന്നെ നമ്മൾ ഫസ്റ്റ് ഈവൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടി എല്ലിൻ്റെ വാല്യൂ 0 ആണ്. അതേസമയത്ത് നേരത്തെ ഇവിടുത്തെ അതേ സെയിം കണ്ടീഷൻ ഇവിടെ നിന്ന് ഒരു ലൈൻ ഡയറക്ഷൻ വരുന്ന ഒരു പാത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 33 മൈനസ് 15 ഇതെന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ടി എൽ ഈക്വൽ ടു എത്ര വരും? 18 അല്ലേ? 18 ഇവിടെ വരും. അപ്പോൾ അടുത്ത സ്റ്റേജിൽ 6-ലാവുമ്പോൾ ടി എൽ ഈക്വൽ ടു 18 മൈനസ് 11 അല്ലേ? 7 വരും. 7 മൈനസ് 5 അപ്പോൾ ഇവിടെ 2 വരും. ഞാൻ നേരത്തെ പറഞ്ഞു ലോവസ്റ്റ് വാല്യൂ ഏതാണെന്ന്. ഇവിടെ 2 ഉണ്ട്. ഇതിൻ്റെ കേസിൽ 6 മൈനസ് 6 0. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 കൊടുക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പാത്തിൽ ചില ആക്ടിവിറ്റീസിൽ പാത്തിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ടിയും ടി എല്ലും സെയിം ആയിരിക്കും. അവിടെ എല്ലാം ഡബിൾ ലൈൻ വെച്ച് മാർക്ക് ചെയ്യുക. ടി എല്ലൊക്കെ ഈക്വൽ ആയിരിക്കുന്ന ഇത് മൊത്തം ഡബിൾ ലൈൻ വെച്ച് മാർക്ക് ചെയ്യാം. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ, ഈ പ്രോജക്റ്റ് നെറ്റ്വർക്കിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പാത്ത് ഓഫ് ദിസ് പ്രോജക്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 1 2 3 5 8. ഈ ഇത്രയും ഇല്ലാതെ, അല്ലെങ്കിൽ ഇത്രയും പ്രോജക്റ്റ് ആക്ടിവിറ്റീസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇത്രയും ഈവൻറ്റ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ ഇത്രയും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ടിയും ടി എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ടിയും ടി എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കുന്ന ലൈൻസ് ഡബിൾ ലൈൻ വെച്ച് മാർക്ക് ചെയ്യുക. അതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള കേസിൽ ഇവിടെ ടി എ 5 ഉണ്ട്, ടി എൽ 7 ഉണ്ട്. അപ്പോൾ ഇതിന് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 2 കിട്ടും. അങ്ങനെ കിട്ടുന്ന ഡിഫറൻസിനെയാണ് സ്ലാക്ക് എന്ന് പറയുന്നത്. സ്ലാക്ക് എന്ന് പറയുന്നത് ടിൻ്റെയും ടി എല്ലിൻ്റെയും ഡിഫറൻസ് ആണ്. അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് സ്ലാക്ക് അഥവാ ഫ്ലോട്ട് എന്നും പറയും. സ്ലാക്ക് അഥവാ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഏതാണ്? ടിയും ടി എല്ലിൻ്റെയും ഡിഫറൻസിൻ്റെ വാല്യൂവിനെയാണ് സ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പാത്തിലെല്ലാം സ്ലാക്ക് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 6 മൈനസ് 6 0, 90 മൈനസ് 9 0, 30 മൈനസ് 30 0. അങ്ങനെ ഇവിടെ എല്ലാം ഫ്ലോട്ട് വാല്യൂസ് അല്ലെങ്കിൽ സ്ലാക്കിൻ്റെ വാല്യൂസ് 0 ആയിരിക്കും. അപ്പോൾ അതാണ് അതിനകത്തുള്ളത്. അപ്പോൾ സ്ലാക്ക് കണ്ടുപിടിക്കുക. ബാക്കിയുള്ളതിനകത്ത് ആക്ടിവിറ്റീസിൻ്റെ കേസിൽ സ്ലാക്ക് വാല്യൂസ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലാക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ലാക്കിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം.
സ്ലാക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു ആക്ടിവിറ്റിക്ക് നമുക്ക് സ്ലാക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്തിരിക്കുന്ന 1 6 ആണ് ഒരു ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ സ്ലാക്ക് പറയുമ്പോൾ ഒരു ഈവൻറ്റിനാണ്. ഇപ്പോൾ ഇത് 1 എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്, 6 എന്ന് പറയുന്ന വേറൊരു ഇവൻ്റാണ്. 1 എന്ന് പറയുന്ന ഈവൻറ്റിൽ തുടങ്ങി 6ൽ അവസാനിക്കുമ്പോഴാണ്, 6 എന്ന് പറയുന്ന ഈവൻറ്റിൽ അവസാനിക്കുമ്പോഴാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 6 ആക്ടിവിറ്റിയും 1 എന്ന് പറയുന്നത് ഈവൻറ്റും 6 എന്ന് പറയുന്ന വേറൊരു ഈവൻറ്റുമാണ്. അപ്പോൾ ഓരോ ഈവൻറ്റിൻ്റെ മുകളിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈവൻറ്റിന് മാത്രമേ നമുക്ക് സ്ലാക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഈവൻറ്റ് 6-നുള്ള സ്ലാക്ക് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഈവൻറ്റ് 7-ന് 2 ആണ്. ഇനിയുള്ളത് ഈവൻറ്റ് 4-നാണ് ഉള്ളത്. 10-ഉം 24-ൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 14. അപ്പോൾ അത്രയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ വാല്യൂസാണ്. ബാക്കിയുള്ള കേസിൽ 5-ലാണെങ്കിൽ സ്ലാക്ക് വാല്യൂ 0 ആയിരിക്കും, 8-ൽ 0 ആയിരിക്കും, 2-ൽ 3-ൽ 1-ലൊക്കെ സ്ലാക്ക് വാല്യൂസ് 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന്.